എൻ്റെ അടുത്ത സുഹൃത്താണ് ചന്ദ്രശേഖർ. അവർ തൃശ്ശൂർ പൂങ്കുന്നത്താണ് അവരുടെ വീട്. എഴുത്തിൻ്റെ ലോകത്ത് അവരെക്കുറിച്ച് കേരളമതി വളരെ പ്രാധാന്യത്തോടു കൂടി അവരുടെ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കപ്പെട്ടത്. ദശാനെ കുറിച്ച് എനിക്ക് എഴുതാൻ കഴിഞ്ഞ ഒരു അനുഭവം എനിക്കും അത് വലിയൊരു അംഗീകാരമായിരുന്നു. കാരണം ഒരുപാട് വായനക്കാരിലേക്ക് ദശാർ പറയുന്ന ഒരു എഴുത്തുകാരിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പദ്യ കവിതയോട് ഉള്ള അവരുടെ വല്ലാത്ത ഒരു പ്രണയം, ഒപ്പം തന്നെ ഇംഗ്ലീഷിലേക്കും ബഹുഭാഷയിലേക്ക് കവിതകളെ ആശയങ്ങളെ കൈമാറ്റം ചെയ്യാനും എഴുതാനുമുള്ള അവരുടെ പ്രായോഗികമായ അവരുടെ കഴിവിനെ സർഗാത്മകതയെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ ഇനിയും അവർ സാഹിത്യ ലോകത്ത് അവർക്ക് ഒരു മടിയോ അല്ലെങ്കിൽ ജീവിതത്തിൽ തിരക്കിലാണ് അവരെ ഒന്ന് ഒതുങ്ങി ഇതാണ്. കാരണം ഹസ്ബൻഡ് വിഷ്ണു നാഗപ്പള്ളി മാതൃഭൂമിയിലെ ഉയർന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ മാതൃഭൂമിയിലൊക്കെ എല്ലാ സപ്പോർട്ടും, അതായത് ഒരു ഭാഷാഭൂഷണിലൊക്കെ അവർ എഴുതിയിരുന്നു. മാതൃഭൂമിയുടെയൊക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിട്ട് പോലും അവരത് ഉപയോഗിച്ചില്ല. ഹസ്ബൻഡിൻ്റെ ഒരു സ്വാധീനം ഒരു തരത്തിലും അവരത് ഉപയോഗിക്കാതെയാണ് അവരുടെ ഒരു സാഹിത്യ പ്രവർത്തനം. അപ്പോൾ സ്വപ്ന സാർ പറയുന്ന വലിയ എഴുത്തുകാരി അവർ സ്വയം ഒരു വണ്ടി എടുത്ത് ഇങ്ങനെ പരിപാടി കേട്ടപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അതിനോട് വളരെ ബഹുമാനത്തോടുകൂടി കണ്ടുവഴിക്കന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നു. അതും അറിയാത്തൊരു വഴിയിലൂടെ അവരിവിടെ എത്തിച്ചേർന്നു. ഇവിടെ എത്തിച്ചേർന്ന് പറഞ്ഞു, പ്രസാദേൻ്റെ ഈ പ്രകൃതിയോട്, ഈ ഒരു 1.5 ഏക്കർ സ്ഥലത്തിനോട്, ഈ വയലും റെയിലും പുഴയൊക്കെ തുരുത്തായി മാറിയ ഈ ഒരു ഗ്രാമീണ പ്രകൃതിയെ ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാവരും മനസ്സുകൊണ്ട് പ്രണയിച്ചു കഴിഞ്ഞു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിവിടെ നിൽക്കാൻ കാരണം, നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാനിവിടെ നിൽക്കാൻ കാരണം എൻ്റെ ആത്മസുഹൃത്തിനേക്കാൾ ഉപരിയായി എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കരുതുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ കാരണമാണ്. രാധാകൃഷ്ണൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞാലുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് അധികം ആർക്കും, ഞാനൊരു സോഷ്യലൈസ്ഡ് വുമണല്ല, എനിക്കധികം ആരോടും ഒരു അറ്റാച്ച് അങ്ങനത്തെ ഇതില്ല. ഓഫീസിലാണെങ്കിലും ക്യാബിൻ്റെ കാർ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ചേട്ടനായിട്ട് ഞാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ നമ്മൾ ഈ മാസങ്ങളുടെ ഞാൻ പൊടിക്ക് റെസ്പെക്റ്റ് കൊടുത്ത് എനിക്ക് എൻ്റെ സ്നേഹം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് ചേട്ടൻ എന്നൊക്കെ വിളിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ചേട്ടനുമായിട്ട് ഇടപെട്ട് പോകാൻ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ ഒത്തിരി ലോട്ട്സ് ഓഫ് ഞാൻ ICCയുടെ ഏരിയ മാനേജർ തൃശ്ശൂരായിട്ട്, ഞാനിപ്പോൾ 16 ഇയേഴ്സായി ICCയുടെ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ ലേഡി മാനേജർ ഡയറക്റ്റ് സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ലോട്ട്സ് ഓഫ് കസ്റ്റമേഴ്സായിട്ട് ഞാൻ ഇടപെടുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കൊളീഗ്സ്, സബോർഡിനേറ്റ്സ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളോട് ഇത്രയും മാന്യമായിട്ട് പെരുമാറുന്ന വളരെ ചുരുക്കം 3-4 ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ച് നേരെ കൂടപ്പുറപ്പാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 3 ദിവസം മുന്നേ ഞാൻ വിളിച്ച് ഞാൻ ടോട്ടലി ടൈഡപ്പായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എന്നോട് വിളിച്ചുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ ക്ഷണം ഞാൻ ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് ചേട്ടൻ. അതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ശാസ്ത്രവും സാഹിത്യമായിട്ടുള്ളൊരു ബന്ധമാണ്. അത് ശാസ്ത്രവും സാഹിത്യവും എന്ന് പറഞ്ഞാൽ മനുഷ്യോൽപ്പത്തി മുതൽ ശാസ്ത്രം മനുഷ്യൻ്റെ കൈ പിടിച്ച് മനുഷ്യനോടൊപ്പം വളരുകയാണ് ചെയ്യുന്നത്. ഈ ശാസ്ത്രത്തിൻ്റെയും മനുഷ്യൻ്റെയും വളർച്ചയുടെ ഇടയ്ക്കാണ് സാഹിത്യം കയറി വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ശാസ്ത്രം മനുഷ്യനോടൊപ്പം മനുഷ്യനേക്കാളും മനുഷ്യൻ വളർത്തി മനുഷ്യൻ്റെ നന്മയ്ക്ക് മാത്രമല്ല മനുഷ്യൻ്റെ തിന്മയ്ക്കും മനുഷ്യൻ്റെ ആയുസ് എടുക്കാനും മാത്രമുള്ളൊരു കെൽപ്പ് ശാസ്ത്രത്തിന് മനുഷ്യൻ നൽകിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി നിങ്ങളൊരു 3-4 ദിവസം മുന്നത്തെ ഒരാഴ്ച മുമ്പത്തെ ലേറ്റസ്റ്റ് ശാസ്ത്രത്തിൻ്റെ വളർച്ച നോക്കുവാണെങ്കിൽ നമ്മുടെ ഇലോൺ മസ്ക് മനുഷ്യൻ്റെ തലച്ചോറിനുള്ളിൽ ചിപ്പ് പിടിപ്പിച്ചിട്ട്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിരിക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ച. അപ്പോൾ നന്മയ്ക്കും അതോടൊപ്പം തന്നെ തിന്മയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലേക്ക് ശാസ്ത്രം വളർന്നിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്ക് വെച്ച് വന്ന സാഹിത്യത്തിന് മനുഷ്യനെ വളർത്താം, മനുഷ്യനെ ആസ്വദിക്കാൻ, വിനോദോപാധി എന്ന നിലയിൽ മനുഷ്യനെ ഒരു തഴുകൽ കൊടുക്കാം എന്നുള്ളത് നശിപ്പിക്കാനുള്ളൊരു കഴിവ് സാഹിത്യത്തിനില്ല. ഈ സാഹിത്യം എന്ന് മനുഷ്യൻ്റെ വളർച്ചയ്ക്കിടയിലേക്ക് കടന്നു വരുന്നത് പുരാണ സാഹിത്യങ്ങളിലൂടെയാണ്. ഒബ്വിയസ്ലി നമുക്കറിയാം, രാമായണം, മഹാഭാരതം പോലുള്ള പുരാണ ഇതിഹാസങ്ങൾ വഴിയാണ് സാഹിത്യം കടന്നു വരുന്നത്. ആ സാഹിത്യവും ശാസ്ത്രവുമായിട്ടുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ തന്നെ അതായത് പ്രാതികവി, അതായത് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ്, ഈ വട്ടെഴുത്ത് മലയാളത്തിന് സ്വന്തമായ ഒരു രൂപം കൊടുത്ത
നമ്മുടെ എഴുത്തച്ഛൻ വാത്മീകിയാണ്, എന്നാലും മലയാളത്തിലേക്ക് അത് കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ്. അപ്പോൾ ഈ കവികൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഭാവന, കവികളുടെ ഭാവനയാണ് ഈ പുഷ്പക വിമാനം എന്ന് പറയുന്ന രാവണൻ സീതയെ കാണാൻ വരുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം പുഷ്പക വിമാനം. ശരിക്കും പറഞ്ഞാൽ ആ ഭാവനയിൽ നിന്നാണ് പിന്നീട് തിരിഞ്ഞു വരുന്നതാണ് എന്തുകൊണ്ട് റോഡിൽ കൂടെയൊക്കെ വാഹനങ്ങൾ, വെള്ളത്തിൽ കൂടി വാഹനങ്ങളുണ്ടായി, എന്തുകൊണ്ട് ആകാശമാർഗത്തിലൂടെ ഒരു വാഹനം സൃഷ്ടിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത മനുഷ്യന് തോന്നുന്നത് ഇതുപോലെയുള്ള ഭാവന, കവിഭാവനകളിലൂടെയാണ്. ശാസ്ത്രം അതിന് ശരിക്കും പറഞ്ഞാൽ സാഹിത്യത്തിനൊരു പങ്കുണ്ട്. കവിയുടെ ഭാവനയ്ക്ക് ശാസ്ത്രത്തിൻ്റെ ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഈ സാഹിത്യത്തിനെ കുറിച്ച് ഇപ്പോഴത്തെ നില പറയുകയാണെങ്കിൽ, തുറന്നു പറഞ്ഞാൽ സാഹിത്യരംഗം മുഴുവൻ അപ്പച്ചയം വന്ന് അത്ര ജീർണാവസ്ഥയിൽ കിടക്കുകയാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ. സാഹിത്യത്തിന് പണ്ടുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഈ പ്രജ്ഞ എന്ന് പറയുന്നത് ബുദ്ധിയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നതെങ്കിൽ, പ്രതിഭ എന്ന് പറയുന്നത് വിശേഷ ബുദ്ധിയാണ്. അപ്പോൾ പ്രജ്ഞയുള്ളവർ കുറച്ച് പേർ നിലനിന്ന് പോവുകയും തുടർച്ചയായിട്ട് പിന്തുടർച്ചക്കാരുണ്ടാവുകയും പ്രതിഭ ഉള്ളവർ അന്യം നിന്ന് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും കുമാരനാശൻ്റെയൊക്കെ സ്ഥാനത്തൊരു വ്യക്തിയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ കണ്ടമാനം വരുന്നുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഈ സാഹിത്യത്തിന് ആളുകൾക്ക് എഴുതിയിടാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഈ പല ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നുണ്ട്, മത്സരങ്ങൾ നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ട സങ്കടം തോന്നും. കാരണം എന്ന് വെച്ചാൽ ഈ എഴുതിയിടുന്നത് ഈ ഗദ്യ കവിത എന്ന് ഞാൻ പറയുന്നത്, ശരിക്കും ഈ ഗദ്യം എന്താണ്? നമ്മൾ സംഭാഷണത്തിൻ്റെ ഒരു ശൈലിയാണ് ഈ ഗദ്യം എന്ന് പറയുന്നത്. നമ്മൾ സംഭാഷണം ഡെയിലി നമ്മൾ നടത്തുന്നു, അത് നമ്മൾ കടലാസിലേക്ക് പകർത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കവിതയായി. ഇപ്പോൾ മാഷിൻ്റെ ഈ പുസ്തകം ഞാൻ നോക്കിയപ്പോൾ ശരിക്കും മാഷ് അത് ക്രോഡീകരിച്ചൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു ഗദ്യ കണ്ണകാവ്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് കവിതയൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കവിത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പദ്യം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ താളം, ഈ വാക്കുകളെ താളത്തിൻ്റെ ക്രമം അനുസരിച്ച് ക്രോഡീകരിക്കുമ്പോഴാണ് പദ്യം അല്ലെങ്കിൽ കവിത നമുക്ക് ആസ്വാദനകരമായും ഭാഷയുടെ ആ മോഹന ഭംഗിയുണ്ടല്ലോ അതിലേക്ക് ആവാഹിക്കാൻ പറ്റുന്നതും ഈ താളമനുസരിച്ച് വാക്കുകളെ ക്രോഡീകരിക്കുമ്പോഴാണ്. എന്നാൽ ഒരു പരക്കെ നമ്മൾ തുറന്ന ഒരു സംസാരത്തിന് ഉതകുന്ന വാക്കുകളെ യാതൊരു താളവും ഇല്ലാതെ ഒരു പേപ്പറിലേക്ക് പകർത്തി വെച്ചാൽ ഇപ്പോൾ ഒരു കവിതയായി. ഇപ്പം അത് എങ്ങനെയാണ് ഇവർ നിലനിന്ന് പോകുന്നതെന്ന് ഞാനൊരു ചെറിയൊരു അനലൈസ് നടത്തിയതിൽ എനിക്ക് മനസ്സിലായത്, രാഷ്ട്രീയത്തിനും പിന്നെ ഈ കൂടുപോലെ മുളച്ചു വരുന്ന ഒത്തിരി ഈ പുരസ്കാരങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും ഇതിനകത്തൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ കവിയായിട്ടോ സാഹിത്യകാരനായിട്ടോ അറിയപ്പെടണമെങ്കിൽ, അതായത് കൊടിയുടെ നിറം നോക്കൂ, ഏറ്റവും കൂടുതൽ ആളുകൾ കൂടിയിരിക്കുന്ന കൊടിയുടെ കീഴിലേക്ക് അവരങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവരും ഒരു കവി അല്ലെങ്കിൽ എഴുത്തുകാരായി മാറുകയാണ്. അപ്പം അങ്ങനെ ഒരു വിഷമം പിടിച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഞാനൊരു 10-25 ഗ്രൂപ്പിനകത്ത് എന്നെ പലരും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 15 എണ്ണത്തിൽ ഞാൻ ക്വാളിറ്റി ഇല്ലാത്തതെന്നൊക്കെ ഞാൻ ലെഫ്റ്റ് അടിച്ചു. മറ്റേലെല്ലാം ഞാൻ ഇനാക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നു, പക്ഷേ ഇടയ്ക്ക് ഞാൻ കയറാറുണ്ട്. അതുപോലെ എല്ലാ പാർട്ടിക്കാരുടെയും ഗ്രൂപ്പിലും ഞാനുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് ദുഃഖം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം. ഒരു കവി എന്ന് പറയുന്ന ഒരു ഗദ്യകവി ഗദ്യകവി ഞാൻ അംഗീകരിക്കുന്നില്ല, അതിനെ ഞാൻ ലഘുകുറിപ്പായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഗദ്യകവിതകളെ കവിതകളായിട്ട് കാണണമെങ്കിൽ MT ഏറ്റവും നല്ല കവിയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും സാഹിത്യം വെച്ച് നോവൽ എഴുതുന്ന MT ആയിരിക്കും ഏറ്റവും നല്ല കവി. അങ്ങനെയാണ് ഷേക്സ്പിയറിൻ്റെ ഓരോ ഡ്രാമ എടുത്ത് നോക്കിയാലും ഓരോ വരികളിലും ഒരു പോയറ്റിക് എഫക്റ്റ് ഉണ്ട്. ആ സംഭാഷണം ഈ ഓരോ ഡ്രാമ, ഇപ്പോൾ ഹാംലെറ്റ് ആയാലും ശരി, ഒതെല്ലോ ആയാലും ശരി, അതിനകത്തൊക്കെ ഈ ഒതെല്ലേക്കകത്ത് അതിനകത്തൊരു ഡയലോഗുണ്ട്, ഓ ബ്ലാക്ക് മോർ ഐ ലവ് ദോ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പോയറ്റിക് ടച്ചോട് കൂടിയാണ് ഷേക്സ്പിയർ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഷേക്സ്പിയർ ഏറ്റവും വേർഡ്സ്വർത്തിനേക്കാളും നല്ല ആംഗലേയ കവി ഷേക്സ്പിയർ ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടതാണ്, ഒരാളുടെ കവിതയാണ്. ഞാൻ ഇന്ന് രാവിലെ ചൂണ്ടിക്കിട്ടു, എനിക്ക് ഒരു മീനിനെ കിട്ടി, പച്ചയായിട്ട് പരത്തി എഴുതുകയാണ്. സിമ്പിളാണ് കേട്ടോ. അതിനെ ഞാൻ ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഞാനതിനെ അരപ്പ് പരത്തി അതിനെ ഫ്രൈ ചെയ്തെടുത്തു, വറുത്തെടുത്ത് ഞാനതിനെ കഴിച്ചു. അതിൻ്റെ മറ്റേ ഈ
സ്കെൽട്ടനിലേക്ക് മസ്തികൂടത്തിലേക്ക് നോക്കി ഞാൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. അതോടുകൂടി കവിത തീർന്നു. അതിന് വന്ന കമന്റുകൾ ഭയങ്കര അപ്ലോസ് ആണ്. കാരണം അയ്യോ മനോഹരം, അതിമനോഹരം, ഭയങ്കര അതിനകത്ത് ഒരു മലയാള അധ്യാപകൻ, ഈ മലയാള അധ്യാപകരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ അവർ ഭയങ്കര സാഹിത്യകാരന്മാർ, മലയാളം എടുത്തിരിക്കുന്നതുകൊണ്ട് അവർ ഭയങ്കര സാഹിത്യകാരന്മാരാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ഒരു മലയാള അധ്യാപകന്റെ ഒരു കമന്റാണ്, ഇത് മനുഷ്യന്റെ ചരിത്രത്തിനെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ മീമുള്ളും ഈ സംഭവം എല്ലാം കൂടെ മനുഷ്യൻ ഇതെങ്ങനെയാണ്, ഞാൻ തലങ്ങും വിലങ്ങും ചിന്തിച്ചിട്ട് ഇത് മനുഷ്യന്റെ ചരിത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഇങ്ങനെ ഈ രീതിക്കാണ് ഇന്നത്തെ സാഹിത്യ രംഗം പോകുന്നത്. അതിനകത്ത് ഈ രാഷ്ട്രീയം ഒരു പരിധി കൂടുതൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് നിന്നുകൊണ്ട് എന്തെഴുതി വിട്ടാലും ആ രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും കവിയായിട്ടോ എഴുത്തുകാരനായിട്ടോ വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഒരു രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ചേട്ടനെ ആയിട്ട് ഞാൻ തുടങ്ങാനായിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുൻ പ്രാസംഗിക പറഞ്ഞ പോലെ ഒരു നിർവചനം അനുസരിച്ച് അമ്മമാരോട് ആൺമക്കൾക്ക് തോന്നുന്ന ഒരു ലൈംഗിക അഭിനിവേശത്തെയാണ്, അതായത് മാതൃത്വത്തിനെ മറികടന്നുകൊണ്ട് തോന്നുന്ന ലൈംഗിക അഭിനിവേശത്തെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഈഡിപ്പസ്, ഈ സോക്രട്ടീസിന്റെ കഥാപാത്രമായി ഈഡിപ്പസ് രാജാവ് ഈഡിപ്പസ് രാജാവ് ശരിക്കും പറഞ്ഞാൽ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ കഥ വായിക്കണം. ആദ്യം ഇങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റുള്ളവർ പറയുന്നത് നമ്മൾ അപ്പാടെ ഗ്രഹിക്കുകയോ നമ്മൾ അത് വിശ്വസിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്വയം ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ നോക്കണം. ഇതിനകത്ത് ഈ ഈഡിപ്പസ് എന്ന് പറയുന്ന ഒരു രാജാവ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ജ്യോത്സ്യൻ, ഈ ഗ്രീക്ക് മിഥോളജിയിലൊക്കെ ഭയങ്കര ഈ ശാപവചനങ്ങളും ദൈവത്തിന്റെ കോപവും, നമ്മുടെ ഹിന്ദു മിഥോളജി എടുക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് ശാപമാണ് ഈ നമ്മുടെ പുരാണങ്ങളെ നയിക്കുന്നതും വ്യതിചലിപ്പിച്ചു വിടുന്നതും. ദശരഥന് കിട്ടിയ ശാപം, അങ്ങനത്തെ ശാപങ്ങളാണ് രാമായണത്തെ മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ മഹാഭാരതം നോക്കിയാൽ ശാപങ്ങളാണ്. എന്നെ ഗ്രീക്ക് മിഥോളജിയിൽ എങ്ങനെയാണ് പ്രവചനങ്ങളാണ്. ഒരു കൊച്ചു ജനിക്കുമ്പോൾ തന്നെ ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവികമായ ടച്ചുള്ള ഒരാളങ്ങ് പ്രവചിക്കുകയാണ്, ഈ കുട്ടി ഇതിന്റെ അച്ഛനെ കൊന്ന് ഇതിന്റെ അമ്മയെ കല്യാണം കഴിക്കും എന്നങ്ങ് പ്രവചിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അച്ഛനെ ഓട്ടോമാറ്റിക്കലി പേടിയാവും. അച്ഛനാണ് കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഭടന്റെ കൈ കൊടുത്തു കൊടുക്കും. ആ ഭടന കുട്ടിയുടെ ഒരു വാത്സല്യം തോന്നി ആ കുട്ടിയെ കൊല്ലാതെ വിടുന്നു. അതിനകത്ത് വേറൊരു രാജാവ് ആ കുട്ടി എടുത്തു വളർത്തുന്നു. ആ കുട്ടി അവിടെ വളരുന്നു. ആ കുട്ടി അവിടെ വളർന്നു കഴിഞ്ഞാൽ, അപ്പൊ ഈ അറിവും തിരിച്ചറിവും ഒരുപോലെ നമ്മൾ ആർജിക്കുമ്പോൾ നമുക്ക് പലരും പറയുന്നതല്ല, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ എന്ത് കാണുന്നോ അതിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യേണ്ടത്. ആ രീതിയിലാണ് എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സാഹിത്യത്തിനും വന്നിരിക്കുന്ന ഈ ശാസ്ത്രവും സാഹിത്യമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് മനഃശാസ്ത്രം തന്നെയാണ്. സാഹിത്യമായിട്ട് ഇപ്പോഴത്തെ നിലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് മനഃശാസ്ത്രം തന്നെയാണ്. കാരണം ഒരാളൊരു കഥ എഴുതുമ്പോൾ അയാൾ ശരിക്കും എല്ലാ മനുഷ്യരിലും ഒരു കുറ്റവാളിയുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന എങ്കിലും ഉണ്ട്, എൻ്റെ ഉള്ളിലും ഒരു ചെറിയ രീതിയിലൊരു കുറ്റവാളി, ഇങ്ങനെ ഒരു പാമ്പ് പോലെ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വിദ്യാഭ്യാസവും അതുപോലെ നമുക്ക് സമൂഹമായിട്ട് ഉള്ള ഇടപെടലും ഒക്കെ വരികയും നമുക്ക് നിയമത്തിന് ഭയം തോന്നുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആ കുറ്റവാളി ഉണരത്തില്ല. നമ്മൾ അതിനെ എപ്പോഴും ഉറക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ അതായത് നമ്മുടെ കൺട്രോളിലല്ലാത്ത അതായത് നമുക്ക് വേണ്ടത്ര രീതിയിൽ നമുക്ക് ശിക്ഷണം കിട്ടാതെ പോകുന്ന ആളുകളാണ്. അത് പല ആളുകളുടെയും ഈ ക്രിമിനൽസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് തോന്നാൻ പറ്റും ആരും അറിയില്ല, കണ്ടുപിടിക്കപ്പെടില്ല എന്ന് കരുതിയാണ് മിക്ക ക്രിമിനൽസും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഈ പോക്സോ കേസ് പ്രതികളുടെ ഇപ്പൊ ഇത്രയും ലിസ്റ്റുകൾ ഇപ്പം എടുക്കുകയാണെങ്കിൽ, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസ് പ്രതികളുള്ളത്. ഇതിനകത്ത് ഈ നമ്മുടെ കേരളത്തിലുള്ള പോക്സോ കേസ് പ്രതികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രതികളെല്ലാം കാണുന്ന സമാനമായ ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. എന്താണെന്നറിയോ, ഇവർ പുറത്ത് സമൂഹത്തിൽ ഭയങ്കര നീറ്റ് ആൻഡ് ഡീസന്റ് ആണ്. അവർ ആളുകളെ സഹായിക്കുന്നു, അവർ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അവർ ഭയങ്കര എക്സ്ട്രാ ഡീസന്റ് ആണ്. പക്ഷെ ചെറുപ്പൂരി വീടിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേനും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവർക്കെല്ലാം ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഭാര്യ അറിയത്തില്ലെന്നും അഭിമാനം പുറത്ത് പറയത്തില്ലെന്നും ഒക്കെയുള്ള ഒരു തെറ്റായ വികലമായ കാഴ്ചപ്പാടിന്റെ ഫലമാണ് ഈ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ വരുന്നത്. അപ്പൊ എല്ലാവരിലും ഓരോ കുറ്റവാളികളുണ്ട്. ഈ അപസർപ്പക നോവലുകളൊക്കെ എഴുതുന്ന നോവലിസ്റ്റുകളെ, കഥ എഴുതുന്നവർ ഒരു ചെറിയ ത്രെഡ് ആയിരിക്കും കിട്ടുന്നത്. ഈ ചെറിയ ത്രെഡിൽ കൂടെ കഥ വികസിച്ച് വരുന്നത് ശരിക്കും പറഞ്ഞാൽ മനഃശാസ്ത്രമായിട്ട് ഉള്ള ബന്ധം കൊണ്ട് തന്നെയാണ്.
കാരണം ഒരു ചെറിയ ത്രെഡിൽ നിന്ന് ഇത്രയും വിപുലമായ രീതിയിലേക്ക് ഒരു കഥയെ എത്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു അപസർപ്പക കഥയെ ഒരു കുറ്റാന്വേഷണ രീതിയിൽ എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അയാളിൽ ഒരു കുറ്റവാളിയും അതോടൊപ്പം തന്നെ ഒരു കുറ്റാന്വേഷകനും ഒരുപോലെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞാനും ഞാനിപ്പോ ഒരു കഥ എഴുതാനിരിക്കുകയാണെങ്കിലും എൻ്റെ ഉള്ളിലൊരു ചെറിയ കുറ്റവാളിയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കുറ്റാന്വേഷകനും ഉണ്ട്. അപ്പോൾ അതോടൊപ്പം എൻ്റെ ഉള്ളിലെ കുറ്റവാളി ഒരു കഥാതന്തു എടുത്ത് മുമ്പിലോട്ട് വെക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലെ ആ കുറ്റാന്വേഷകൻ അതിനെ ഇന്ന രീതിയിൽ കുറ്റവാളിയും ഒരേ രീതിയിൽ മനസ്സിൽ കിടന്ന് സംഘർഷാവസ്ഥയിൽ ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി കുറ്റവാളി ഈ രീതിയിൽ പോവുകയും അത് കുറ്റാന്വേഷകൻ അറിയാം, കുറ്റവാന്വേഷകൻ ഈ രീതിയിൽ സഞ്ചരിച്ച് കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ സാഹിത്യമായിട്ട് ഇന്നത്തെ രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് മനഃശാസ്ത്രം തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ പുറത്ത് കേൾക്കുന്ന നമ്മൾ എന്ത് വായിച്ചാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ എന്ത് നമ്മൾ വായിച്ചാലും നമ്മൾ കണ്ണിന് നേരെ കണ്ടാലും, ഇനിയിപ്പോൾ ഏതെങ്കിലും മറ്റ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോ വേറെ എന്തുമായിക്കോട്ടെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് സ്വയം മനസ്സിലാക്കി നമ്മുടേതായ ഒരു നിഗമനത്തിൽ നമ്മുടെ തലച്ചോറിന് ആഹരിക്കാൻ കൊടുക്കുക, നമ്മുടേതായ നിഗമനത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം ഉപയോഗിക്കുക, നമ്മുടേതായ നിഗമനത്തിൽ നമ്മുടേതായ ഒരു കൺക്ലൂഷനിൽ എത്തുക. അങ്ങനെയാണ് നമുക്ക് സ്വന്തമായ നമ്മുടെ നിലപാട് എന്ന് അതിനെ പറയും. അപ്പം നമുക്ക് വേറെ രീതിയിലൊന്ന് ചിന്തിക്കാനും പറ്റും. അല്ലാതെ ഒരാള് ഇന്നതാണ് കാര്യം, അല്ലെങ്കിൽ ഇതാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ അത് ഈഡിപ്പസ് കോംപ്ലക്സ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്നറിയോ, ഇന്ത്യയിലും വിദേശത്തും ഇത്രയും സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഉണ്ടായിട്ടും ഈ ഈഡിപ്പസ് കോംപ്ലക്സിനെ ഇലക്ട്രോ കോംപ്ലക്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാളും വന്നിട്ടില്ലെന്നേ. ഇത്രയും ഡോക്ടറേറ്റ് എടുത്ത ആളുകളുണ്ട്, സൈക്കോളജിയിലും സൈക്യാട്രിയിലും ഒക്കെ ഇത്രയും ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ ഉണ്ടായിട്ടും ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇത്രയും ചില ഈ അബദ്ധജടലങ്ങളായി ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ആരുമില്ല. കാരണം സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു അപ്പോസ്തലനാണ്, സൈക്യാട്രിയുടെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു അപ്പോസ്തലനായിട്ട് അവരോധിക്കപ്പെട്ട് കഴിഞ്ഞു. പുള്ളി എതിർക്കാനൊന്നും ആരും ഇത് തെറ്റാണെന്ന് തോന്നിയാൽ എതിർക്കാനുള്ളൊരു കപ്പാസിറ്റിയുള്ള, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ കപ്പാസിറ്റിയുള്ള ആരും ഈ പിന്നീട് പഠിച്ചു ഇറങ്ങുന്ന ഒരു ഡോക്ടറും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്നതോ നമ്മൾ മനസ്സിലാക്കുന്നതോ എന്തുമാകട്ടെ മറ്റുള്ളവർ പറയുന്നതിലും ഉപരിയായി നമ്മുടെ തലച്ചോറിന് കൊടുക്കുക, അതുവഴി നമ്മൾ സ്വയം മനസ്സിലാക്കി വെക്കുക. അതേ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിഷം വേദറാതിരിക്കാനും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വിഷം അക്സെപ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനും നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ. ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.